കേരളത്തിലെ ഒരു സർവകലാശാലകളിലും കയറാൻ ഗവർണറെ അനുവദിക്കില്ലെന്ന് SFIക്കാർ പറഞ്ഞതിന്റെ തൊട്ടുപിന്നാലെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ താമസമുറപ്പിച്ചിരുന്ന ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഗസ്റ്റ് ഹൌസിലേക്ക് താമസം മാറ്റി. അതേ തുടർന്ന് സംഘർഷങ്ങൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട കേരള പോലീസിനെ അവിടെ വിന്യസിപ്പിക്കുന്നു. ഗവർണർക്ക് സംരക്ഷണം ഒരുക്കുവാൻ വേണ്ടി 300ഓളം പോലീസുകാരെ അവിടെ കൊണ്ടുവരുന്നു. ഗസ്റ്റ് ഹൌസിലേക്കുള്ള വഴി ബാരിക്കേഡ് വെച്ച് തടയുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ തടിച്ചുകൂടിയ ആളുകളെ തള്ളി നീക്കുന്നു, മാറ്റി നിർത്തുന്നു. പിന്നീട് 300 800 പോലീസുകാരായി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ പൂർണ്ണ സുരക്ഷയോടുകൂടി ഗവർണർ ക്യാമ്പസിന്റെ അകത്ത് കയറുന്നു. രാത്രിയിലാണ് ഗവർണർ വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ദേശീയപാതയിൽ വെച്ച് പോലീസ് SFIക്കാരെ തടയുന്നു, മർദ്ദിക്കുന്നു, അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഈ സംഭവം നടക്കുന്നത് ഇന്ന് പാണക്കാട് കുടുംബത്തെ കല്യാണം കൂടുവാൻ വേണ്ടി ഗവർണർ പോകുന്നതിനാൽ അതൊരു വ്യക്തിപരമായ ആവശ്യത്തിന് പോകുന്നത് കൊണ്ട് ഇന്ന് സമരം വേണ്ട എന്ന് SFI തീരുമാനിക്കുന്നു. കല്യാണത്തിന് പോയി തിരികെ വന്ന ഉടൻ ഗവർണർ തന്റെ ഷോ ആരംഭിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഇടങ്ങളിലായി 3 ബാനറുകൾ ഉയരുന്നു. ചാൻസലർ ഗോ ബാക്ക്, സംഗീത് ചാൻസലർ വാപ്പസ് ജാവു, മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം. ഇങ്ങനെ 3 ബാനറുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഇടങ്ങളിലായി SFI പ്രവർത്തകർ കെട്ടിയത്. ജനാധിപത്യ നാടാണ്, ജനാധിപത്യ ഇടമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഏത് വ്യക്തിക്കും തനിക്ക് പറയാനുള്ളത്, തനിക്ക് പ്രതിഷേധിക്കുവാനുള്ളത്, മറ്റൊരാൾക്ക് ഹാനികരം ഉണ്ടാകാത്ത തരത്തിൽ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളുമുള്ള നാട്ടിൽ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഇടങ്ങളിൽ കെട്ടിയ ബാനറുകൾ നീക്കാൻ താക്കീത് നൽകുന്നു ഗവർണർ. ഇന്നലെ രാത്രിയിൽ പോലീസ് സംരക്ഷണത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കയറിയ ഗവർണർ സ്വാഭാവികമായി SFIക്കാരെ കാണുന്ന കാര്യം കിലോമീറ്ററുകളോളം അപ്പുറത്ത് വെച്ച് തടഞ്ഞിരിക്കുകയാണ് SFIക്കാരൻ. അദ്ദേഹം വന്ന മാധ്യമങ്ങളോട് പറയുന്നു, ഞാനൊരു SFIക്കാരനെ കണ്ടില്ല, എന്റെ കാറിന്റെ മുൻപിലേക്ക് അവർ ചാടി വീണിരുന്നുവെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ശക്തമായി പ്രതിഷേധിച്ചേനെ എന്ന് പറയുന്നു. എങ്ങനെ പ്രതിഷേധിക്കാനാണ്? കിലോമീറ്ററുകളോളം അകലെ വെച്ച് പോലീസ് അവരെ തടഞ്ഞിരിക്കുകയാണ്. ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ എന്ന് പറയുന്നു. രാത്രി ഏറെ വൈകിയാണ് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് പ്രവേശിക്കുന്നത്. ഈ സമയത്ത് അവിടെ ഒരു ബാനറുകളും ഗവർണർ കാണുന്നില്ല. തുടർന്നാണ് ഇന്ന് രാവിലെ പകൽ വെളിച്ചത്തിൽ കണ്ട ബാനറുകളെല്ലാം മാറ്റണമെന്ന് ഗവർണർ പറയുന്നത്. അങ്ങനെ ബാനറുകൾ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ നടന്നു നീങ്ങിയത് മാത്രമായിരുന്നില്ല ഗവർണറുടെ രീതി, ഷോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഉടനെ ഫോൺ എടുത്ത് VC വിളിക്കുന്നു. VC മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് രൂക്ഷമായി വിമർശിക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഈ ബാനറുകൾ ഉടനടി നീക്കണമെന്ന് താക്കീത് നൽകുന്നു. രൂക്ഷമായി VC വിമർശിച്ച ആ ദൃശ്യം ഒന്ന് കാണാം. वाइस चांसलर को अभी नोटिस भेजिए कि हैव यू रिपोर्टेड टू द पुलिस हाउ these banners are there and have you taken any action और अगर जवाब आए कल इसके खिलाफ एक्शन लेना है. ഗവർണർ VCയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് മാറ്റിയില്ല, ഉടനെ മാറ്റിക്കൊള്ളണമെന്ന്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നല്ല. സ്വാഭാവികപരമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും അവകാശമുള്ളിടത്ത് അവർ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുമ്പോൾ ഗവർണർ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ വാഹനങ്ങൾക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ഒരു ബാനറിലൂടെ അവർ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധത്തിന്റെ ബാനറുകൾ അഴിച്ചു നീക്കേണ്ട ആവശ്യകത എന്താണ്? അവരവരുടെ കലാലയത്തിൽ അവരവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർത്തിയ ബാനറുകളല്ലേ അത്? എന്തുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ SFI കാര്യമായ പ്രതിഷേധങ്ങൾ ഉയർത്താത്തത്, കാര്യമായ പ്രക്ഷോഭങ്ങൾ ഉയർത്താത്തത് എന്നത് പ്രസക്തമായ ചോദ്യമാണ്. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് പ്രതിഷേധിക്കാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം പാണക്കാട് കുടുംബത്തിലെ കല്യാണത്തിന് പോകുന്നു, അദ്ദേഹം ഒരു സ്വകാര്യ ചടങ്ങിന് പങ്കെടുക്കുന്നു. ആ സമയത്ത് ഒരു കോലാഹലം വേണ്ട, പ്രതിഷേധം വേണ്ട എന്ന SFIയുടെ തീരുമാനത്തിന് പുറത്താണ് ഇന്ന് പ്രതിഷേധിക്കാതിരുന്നത്. കൂടാതെ CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു മുന്നറിയിപ്പ് SFIക്ക് ലഭിക്കുന്നു. യാതൊരു കാരണവശാലും നവകേരള സദസ് അവസാനിക്കുന്നത് വരെ ഒരു പ്രതിഷേധമോ പ്രക്ഷോഭമോ ഉണ്ടാക്കാൻ പാടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാം നവകേരള സദസ് 140 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ മണ്ഡലങ്ങളിലും കരിങ്കൊടി കാണിച്ചുകൊണ്ട് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെയും KSUക്കാരെയും തലതല്ലി തകർക്കുന്നതടക്കമുള്ള വിവാദപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് SFIയും DYFIയും തെരുവോരങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ഗവർണറെ ആക്രമിച്ചു, ഗവർണർക്കെതിരെ പ്രക്ഷോഭം ഉയർത്തി, ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി സൃഷ്ടിക്കേണ്ട എന്നതിന്റെ പുറത്ത് തന്നെയാണ് ഇടതുപക്ഷം നവകേരള സദസ് കഴിയുന്നവരെ ഒരു പ്രതിഷേധവും വേണ്ട എന്ന താക്കീത് SFIക്ക് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകളിൽ ഗവർണറെ തടഞ്ഞപ്പോൾ, ഗവർണറുടെ കാർ തല്ലി തകർക്കാൻ മുതിർന്നപ്പോൾ, അതായത് സർക്കാർ മുതൽ SFI തല്ലി തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഗവർണർ പ്രതികരിച്ചു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമെന്ന് പ്രതികരിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അദ്ദേഹം പറയുന്നതിൽ ശരിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത്
ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം, ഗവർണർക്ക് ശാരീരികപരമായ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു പ്രതിഷേധം, സർക്കാരിന്റെ മുതലുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള പ്രതിഷേധം, അവർ അവരുടെ കലാലയത്തിൽ അവർ ശബ്ദമുയർത്തി അവരുടെ പ്രതിഷേധം അറിയിച്ച ബാനറുകൾ, ആ ബാനറുകൾ നീക്കണമെന്ന് VC-ക്ക് താക്കീത് നൽകുന്നു. അത് കൂടാതെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഒരു വമ്പൻ ഷോയും നടത്തുന്നു. എന്താണ് ഗവർണർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തന്റെ കഴിഞ്ഞ കാലങ്ങളിലെ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ പുതിയൊരു രീതി കൂടിയാണോ ഇതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.